ഞാൻ വിചാരിച്ചു മിനിഞ്ഞാന്നേ ഞാൻ തീർന്നു വന്നു. അത്രയും കടുത്ത കഞ്ഞിവെള്ളം കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഈ ആന ഷൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഊതി എന്റെ ഭാഗത്തേക്ക് എന്നെ കണ്ടപ്പോ. ആന അവിടെയായിരുന്നു, ഊതിയായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ അമ്മോ, ഞാൻ വീടിന്റെ അകത്ത് കയറി വേഗം സാറുമാരെ വിളിച്ചു. തൊട്ടടുത്ത് എന്നെ കൊല്ലം കണക്കായിട്ട് നിന്നു. ഈ ലോകം തന്നെ മറന്നുപോയ പോലെ ഞാൻ ആയിപ്പോയി ഇതിനടുത്ത് കണ്ടപ്പോ. ഓടി പാഞ്ഞു പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ മേലോട്ടൊന്ന് കയറി പോവുകയാണെങ്കിൽ സുഖമായിരുന്നു. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആന അവിടെ എത്തി. ആന അങ്ങ് കയറി കഴിഞ്ഞപ്പോഴാണ് സാറുമാർ എന്നോട് വന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിലൂടെ കയറി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലെ പൂക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണ്. നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് ഇവിടെ ആനശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മൾ തന്നെ നിരവധി തവണ ആർളം ഫാമിനെ കുറിച്ച് ആർളം പുനരധിവാസ മേഖലയെക്കുറിച്ചൊക്കെ നമ്മൾ നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ആനമതിലിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഞാൻ പല എപ്പിസോഡുകളിലും സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ആനമതിൽ പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അകത്ത് ആ പണിയിലെ അപാകതയും കാര്യങ്ങളൊക്കെ കണ്ട് അതിന് ഒരു പണി സ്റ്റേ വരികയും പിന്നീട് അത് കോടതിയിലേക്ക് പോവുകയും ഇപ്പം ഇങ്ങനെ പണി ഇങ്ങനെ നീണ്ടു പോയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ പൂക്കുണ്ട് വരെയുള്ള പ്രദേശം വരെയാണ് ഈ ഒരു ആനമതിലിൻ്റെ പണി തീർന്നത്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആനമതിലിൻ്റെ പണി തീർന്ന ആ പ്രദേശത്ത് അതിൻ്റെ അപ്പുറത്തോട്ടുള്ള പ്രദേശത്തുകൂടിയാണ് ആന ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതിനിപ്പുറത്തെ ഭാഗങ്ങളിലൊന്നും ആന ഇപ്പോൾ കയറുന്നില്ല. അപ്പോൾ ആനമതിലിൻ്റെ പണി പൂർത്തിയാകാത്തതുകൊണ്ട് തന്നെ ആനകളിപ്പോൾ ബാക്കി പൊളിഞ്ഞു കിടക്കുന്ന പ്രദേശത്തോടെയൊക്കെയാണ് ഇപ്പോൾ ആന കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു പ്രദേശത്തോടെ, അതായത് ഈ പൂക്കുണ്ട് പ്രദേശത്തോടെ വെളുപ്പിന് ഒരു 7 മണി 7:30 സമയത്ത് ആന ഈ റോട്ടിലൂടെ കടന്നു പോകുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശത്തുള്ള ഒരു സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രദേശത്തെ ഒരു പ്രദേശവാസിയോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷൈനി. ഇത് ബ്ലോക്ക് ഏതാണ്? 9 അല്ലേ? ഈ പ്രദേശത്തോടെ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ കണ്ടല്ലേ, ആന ഓടി പോകുന്നത്? ഞാൻ വീഡിയോ എടുത്തിട്ട് അവിടെയായിരുന്നു ആന. ആന ഒരു 3:30 4:00 കണ്ട്. സമയം എനിക്ക് ഓർമ്മയില്ല. ഈ ആടിനൊക്കെ തീറ്റുന്ന ഞാൻ അങ്ങനെ സമയം കറക്റ്റ് നോക്കുന്നില്ല. അപ്പോൾ അവിടെയായിരുന്നു. അവിടെ എടുത്തപ്പോൾ അവിടെ നിന്നപ്പോഴേക്കും ഞാൻ വീഡിയോ എടുത്തു. എന്നിട്ട് അത് ഞാൻ ഗ്രൂപ്പിലിട്ട് എടുത്തപ്പോൾ ആട് ഗ്രൂപ്പിലിട്ട്. എന്നിട്ട് ഒരു 4:50 ആയപ്പോഴേക്കും ഞാൻ കഞ്ഞിവെള്ളം കൊടുക്കാൻ തുടങ്ങി ആടിന്. എന്നിട്ട് ഈ ആ കശുമാവില്ലേ, ആ കശുമാവ്, ആ പട്ടിൻ്റെ അപ്പുറം ഒരു കശുമാവുണ്ട്. അതിൻ്റെ ചോട്ടിൽ ഞാനിപ്പോൾ ആ പട്ടി നിൽക്കുന്നിടത്ത് ഇരുന്നോണ്ട് പുറവ് ഇട്ടിരുന്നോണ്ട് കഞ്ഞിവെള്ളം കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഈ ആന ഷൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഊതി എന്റെ ഭാഗത്തേക്ക് എന്നെ കണ്ടപ്പോ. ആന അവിടെയായിരുന്നു, ഊതിയായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ അമ്മോ, ഞാൻ വീടിന്റെ അകത്ത് കയറി വേഗം സാറുമാരെ വിളിച്ചു. തൊട്ടടുത്ത് എന്നെ കൊല്ലം കണക്കായിട്ട് നിന്നു. എന്തായാലും എന്നെ ഓടി എന്തായാലും ഇപ്പോ ഇതിലൂടെ കേറുന്നില്ല. ഇവിടം വരെ ആനമതിലിന്റെ പണി ഇവിടം വരെ ഇവിടെ വരുത്തി. ആനമതിൽ പണി ഇതാ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പണിത് ഇതിപ്പോ ഏകദേശം ഇപ്പൊ 2-3 കിലോമീറ്റർ പണിതുണ്ടല്ലേ? ഇതിപ്പോ എന്താ സ്റ്റേ ആണല്ലേ? ഇതിന്റെ പണി തീരാത്തോണ്ട് വലിയ ബുദ്ധിമുട്ടാണല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാ. അത് തീരുവാണെങ്കിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ മാറി. ഇതായിരിക്കും ആടുകളൊക്കെ. ഇതാണ് ചേച്ചിയുടെ വീട്? ഇതാ വീട്. ഇത് ആദ്യമായിട്ട് കെട്ടിയതാ, 1 വർഷമായിട്ടുള്ളൂ. അന്ന് ഇതിലെ അവിടെ ആന കവച്ച് കേറി. എന്നിട്ട് ഇത് ഈ മാവിന്റെ ചോട്ടിലേക്ക് നിന്ന്. അപ്പൊ ഞാൻ എന്റെ ആടുകൂടിന്റെ ഒരു 4:30 വൈകിട്ട് ഇങ്ങനെ വെയിലൊക്കെ ഉണ്ടായിരുന്നു. 4:30 3-4 ദിവസം കഴിഞ്ഞു. ഡേറ്റും കാര്യങ്ങളും ഞാൻ ഓർക്കുന്നില്ല. വീടാണ് ഈ കാണുന്നത്. ഇതിലൊക്കെ വീടുകളുള്ളതല്ലേ? ഇവിടെ ഒന്നും വീടുകളില്ല. പിന്നെ അപ്പുറം മല്ലിക സുഖയുടെ വീടുണ്ട്, അത് മേലെയാ. അവർക്ക് പേടിക്കണമൊന്നുമില്ല. പിന്നെ കേറുമ്പോ അവരുടെ വീടിന്റെ മുമ്പിൽ തന്നെ പോകും.
അങ്ങനെ കയറിയിട്ടില്ല. ആ ഇങ്ങനെ കയറിയിട്ട് ഇത് കയറിയിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. ആ ഇവിടെ നിൽക്കുമായിരുന്നു. എന്നെ ഓടി പിടിക്കാൻ അയാൾക്ക് പറ്റിയ അവസരമായിരുന്നു. ചേച്ചി എവിടെ നിന്നേ? ഞാൻ ഈ വിറകില്ലേ, തീ കൂട്ടില്ലേ, അവിടെ ഞാൻ കഞ്ഞിവെള്ളം കൊടുത്തോണ്ടിരിക്കുന്നു. നിൽക്കുമായിരുന്നല്ലേ? ഇത്ര അടുത്ത്, ഇത്ര അടുത്ത്, അതായത് 10-15 മീറ്ററേ ഉള്ളൂ കേട്ടോ. ചെറിയ ദൂരമേ ഉള്ളൂ. നമുക്ക് മൊബൈലിൽ കാണുന്ന ദൂരം തോന്നുകയാണ്. എന്നിട്ട് ഓടി വന്നു അങ്ങോട്ട്? ആ ഓടി വന്നിട്ടില്ല. ഞാൻ പെട്ടെന്ന് അകത്ത് കയറിയിട്ട് ഞാൻ സാറുമാരെ വിളിച്ചു. സാറുമാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം വരാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ മേലോട്ടൊന്ന് കയറി പോവുകയാണെങ്കിൽ സുഖമായിരുന്നു. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആന അവിടെ എത്തി, മുകളിലേക്ക് എത്തി. 3 വട്ടം ഞാൻ സാറുമാരെ വിളിച്ചായിരുന്നു. എത്താന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എത്തിയിട്ടില്ല. ആന അങ്ങ് കയറി കഴിഞ്ഞപ്പോഴാണ് സാറുമാർ എന്നോട് വന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിലൂടെ കയറി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്നു. ഈ ആട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഒരു 25 ആടുകളുണ്ട്. ആടിനെ നോക്കാനാണ് എൻ്റെ. ഞാൻ അവരെ ജീവൻ തുല്യ സ്നേഹിക്കുന്നയാ. ഞാൻ അവർ വിൽക്കത്തില്ല. ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു വഴി ബ്ലോക്ക് ഉണ്ട്. അത് ഞാൻ മെമ്പറിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അത് ഇടുവാണെങ്കിൽ ഏതായാലും എനിക്ക് കറണ്ട് ഇല്ല. വഴി വിളക്ക് ആ ബൾബില്ല. അത് ഇട്ട് തരുവാണെങ്കിൽ ആന മരുന്ന് മതിൽ വരുന്നവരെങ്ങനെയും ക്ഷമിക്കായിരുന്നു. 1 വർഷമായിട്ടുള്ളൂ വീട് പൂർത്തിയായിട്ട്. ഇനി കറണ്ട് വന്നാലേ എല്ലാം കൂടി പൂർത്തിയായി. എത്ര വർഷമായി നിങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ 1 വർഷമായി. പിന്നെ മേലെ ഞങ്ങൾ ഷെഡ് വെച്ചതായിരുന്നു. ഷെഡിൽ എത്ര വർഷം താമസിച്ചു? അത് 22 വർഷമായി. 22 വർഷം ഷെഡിൽ താമസിച്ചു. എന്നിട്ട് വീട് ഇവിടെ കെട്ടിയപ്പോൾ ഇങ്ങോട്ട് മാറി. ആ സമയത്തൊക്കെ സ്ഥിരം ആന. ഞാൻ ഉറങ്ങാത്ത ദിവസമില്ല. എൻ്റെ കെട്ടിയനിക്ക് മരപ്പണിയാ. എന്നിട്ട് അയാൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തീയും കൂട്ടി ഈ ആടിനും കാവലിരിക്കും, എൻ്റെ കെട്ടിയനും കാവലിരിക്കും. ആന അതിലൂടെ പോകും. പുകയിട്ടാൽ അടുക്കൂല. അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഷെഡിനകത്ത് നിന്ന്. പുകയിട്ടാൽ അടക്കൂല. എനിക്ക് പുകയിട്ട ധൈര്യ. അതൊക്കെ ഞാൻ അവിടെ പുകയിട്ട് പുകയിട്ട കൊണ്ട് ഇപ്പൊ വരുന്നില്ല ഇതിലൊന്നും. തീരുവോ? അതുമാത്രം അവിടുന്ന് അപ്പുറം വരെ കെട്ടി തീർന്നാ മതിയായിരുന്നു. ഇതിലൂടെ അല്ലേ ആനശല്യം ഉള്ളത്. ഇതിലൂടെ കയറി വരുന്നത്. ഇവിടെ പെൻഷൻ പൊളിച്ചിട്ടുണ്ട്. ഇവിടെ പൊളിച്ചിട്ടുണ്ട്. വളരെ ഭീകരാവസ്ഥ കേട്ടോ. ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സംഭവങ്ങളാണ്. ആന 4 കാല് വെച്ച ചേച്ചിയുടെ അടുത്തെത്തിയാണ്. പക്ഷേ ചേച്ചിയുടെ ഭാഗ്യം കൊണ്ട് ആന അങ്ങോട്ട് ചെന്നില്ല എന്നാണ് ഇപ്പോൾ ചേച്ചി പറഞ്ഞത്. ഈ പ്രദേശമൊക്കെ നമ്മൾ പകൽ പോകുമ്പോഴും സൂക്ഷിക്കേണ്ട ഒരു പ്രദേശം കേട്ടോ. കാരണം പുനരധിവാസ മേഖലയാണെന്ന് പറഞ്ഞാൽ പോലും ഇതാണ് സാർ ഇതിൽ സൈഡ് ഫോറസ്റ്റും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ കാല് കവച്ച് വെച്ചിട്ട് കയറുക ഇങ്ങനെ അല്ലേ. ഇത് ആർളം ഫാമിലെ പുനരധിവാസ മേഖലയിലെ ഇത് വന്യജീവി സങ്കേതമായിട്ട് ഇത് നിൽക്കുന്ന പഴയ ആനമതിലാണ് ഈ കാണുന്നത്. പഴയ ആനമതിലൊക്കെ പൂർണ്ണമായിട്ടും തന്നെ ഇങ്ങനെ ഇരുന്നാണ്. അതൊക്കെ പല സ്ഥലങ്ങളിലും ആന പൊളിച്ച് ആണ് കയറുന്നത്. ഈ കമ്പി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ കമ്പി അന്നും ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. അന്ന് കയറുമ്പോൾ കമ്പി ഇല്ലായിരുന്നു. കമ്പി ഇല്ലാണ്ടാന്ന് കയറിയത്. പിന്നെ സാറുമാര് വന്നിട്ട് നോക്കി എന്തോ ചെയ്തെന്ന് എനിക്ക് പിന്നെ അറിയത്തില്ല. ഇപ്പൊ കമ്പി ഉണ്ടല്ലോ. കമ്പി ഉണ്ട്. അതിന്റെ ശേഷം കേറിയിട്ടില്ല. പിന്നെ രാവിലെ കേറിയെന്നൊക്കെ എല്ലാരും പറയുന്നു. 10 മണിയായപ്പോ എന്നാ പറയുന്നേ. ഏത് നിമിഷം ഇതിന്റെ മുമ്പിൽ ചെന്ന് ചാടാല്ലേ? അതെ, ഏത് നിമിഷം അപകട. ഇപ്പൊ ആനക്ക് പകലൊന്നോ രാത്രിയൊന്നോ ഒന്നുമില്ല. എത്ര പ്രാവശ്യം ഇങ്ങനെ ഇതിനു മുന്നേ ആന ഓടിക്കുന്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ അനുഭവങ്ങൾ? ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മരുമോള് ഗർഭിണിയായ സമയത്ത് ഷെഡിലുണ്ടായിരുന്നപ്പോൾ ഒന്ന് ഓടി. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൊച്ചിനെ എടുത്ത് മടിയിൽ വെച്ച് ഇരുന്ന് പാല് കൊടുക്കാൻ വേണ്ടി കൊച്ചിനെ വെച്ച് തള്ളയെടുത്ത് കൊടുക്കാൻ നോക്കിയപ്പോൾ ആന പെട്ടെന്ന് ഞങ്ങളുടെ ഷെഡിൻ്റെ അവിടെ എത്തി. ഷെഡായ സമയത്ത് പിന്നെ എന്തോ ഭാഗത്തെ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയും പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ ഞങ്ങൾക്ക് വീടുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ വിചാരിച്ചു മിനിഞ്ഞാന്നേ ഞാൻ തീർന്നു. അത്രയും കടുത്ത. ഈ ലോകം തന്നെ മറന്നുപോയ പോലെ ഞാൻ ആയിപ്പോയി ഇതിനടുത്ത് കണ്ടപ്പോൾ. ഓടി പാഞ്ഞു പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഞാനീ നടന്നു വരുന്ന ചേച്ചിമാരോടൊക്കെ പറയും, നിങ്ങൾ നടക്കല്ലേ, എൻ്റെ വീട് ഓർത്തിട്ട് നിങ്ങൾ ആരും ഇതിലെ നടന്നു പോകണ്ട. ആന ഏത് നിമിഷം കയറും, ഏത് നിമിഷം കൊല്ലും.
എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കേൾക്കുന്നില്ല കുറച്ച് പേര്. പിന്നെ ഇതിൽ അങ്ങനെ ഒതേം വണ്ടികളൊന്നും പോകില്ലെന്ന് തോന്നുന്നല്ലേ? ആ പോകുന്നുണ്ട്, സ്ഥിരമായിട്ട് പോകുന്നുണ്ട്, എപ്പോഴും പോകുന്നുണ്ട്, രാവും പകലും പോകുന്നുണ്ട്. കുറേ സാറുമാരും പറഞ്ഞു, ഓരോരുത്തരും ഇങ്ങനെ ആന കൊല്ലുമ്പോൾ സാറുമാർ പറഞ്ഞായിരുന്നു പിന്നെ ഇങ്ങനെ ഈ രാത്രിക്കുള്ള യാത്ര പിന്നെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും കേൾക്കുന്നില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇത് നേരെ 10ാം ബ്ലോക്കിലേക്ക് പോകുന്ന ഇത് 10ാം ബ്ലോക്കിലേക്ക് പോകുന്ന. ഇതിൻ്റെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കുറേ ഭാഗമൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞാണ്. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൽ നേരെ ജോന് യാത്ര ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഏത് നിമിഷവും ഏത് ഭാഗത്തുനിന്നും ആന ചാടി വരാൻ സാധ്യതയുള്ളൊരു പ്രദേശം തന്നെയാണ് കേട്ടത്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതിലെ ആയിരുന്നു ആന കടന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ കമ്പി ഇട്ടിട്ടുണ്ട്, ഒത്തിരി പഴക്കമില്ലാത്ത കമ്പിയാണ്, അത് നല്ല തിളങ്ങി കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ അടുത്തെന്തെങ്കിലും ഇട്ടതായിരിക്കും. അപ്പോൾ ഏതായാലും അതിനുശേഷം ആന കയറിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആനവതിൻ്റെ പണിയാണ് ഇവരെല്ലാം പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ. ഇവിടെ വീട്ടിൽ കുട്ടികൾ പഠിക്കുന്ന പിള്ളേരുണ്ടോ? ഇല്ല, പഠിക്കുന്ന മക്കളൊന്നുമില്ല. ഇതിൽ രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകാറുണ്ടോ ഇവിടുന്ന്? ആ, അങ്കൻവാടിയിൽ മാത്രമേ ചേച്ചിമാരൊക്കെ കൊണ്ട് നടന്നിട്ട് കൊണ്ടുപോകും. അങ്കൻവാടി സ്കൂളിൽ പിള്ളേർ സ്കൂൾ ബസ്സുണ്ട്. സ്കൂൾ ബസ് നടന്നൊന്നും പോകില്ല. അവർ നടന്നു പോവില്ല. എനിക്കിപ്പോഴും അന്ന് കണ്ട ഒരു കാഴ്ച എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഭയങ്കര, ഞാൻ വിചാരിച്ചു എൻ്റെ കെട്ടിയും പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ തീർന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. അത്രയ്ക്കും അടുത്തായിരുന്നു. അത് കൊമ്പനാനയാണോ മോഴയാണോ? മോഴയാ. മോഴയാ. പിന്നെ അവിടെയൊക്കെ ആളുകളെ കൊന്നല്ലേ? ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആനയാണ് ആ മോഴയാന കേട്ടോ. ഈ ആനകളെ തുരത്തുന്നുണ്ടല്ലോ, അപ്പം അപ്പോൾ തുരത്തി കഴിഞ്ഞിട്ടും ശല്യം? തുരത്തി കഴിഞ്ഞിട്ടും ശല്യ. ഓരോരുത്തർ വാട്സാപ്പിൽ ഇടുന്നുണ്ട്, ആനേനെ ഓട്ടിക്കുന്നു എന്ന് പറഞ്ഞുണ്ട്. പക്ഷെ ഓട്ടിക്കുന്നില്ല എന്ന് എൻ്റെ വിശ്വാസം. ആന ഓടിക്കുന്നുണ്ടാവും, പക്ഷെ ആന തിരിച്ചു പോന്നേ. ഇന്നെന്ത് പറയണമെന്ന് എങ്ങനെ പറയണമെന്നും എന്നെ എനിക്കറിയത്തില്ല. ഇതൊക്കെ കയറി പോകുന്ന വഴിയാ. ചവിട്ട് കണ്ടില്ലേ? അതെ, ഇതിൻ്റെ നേരെ മുകളിലേക്ക് കയറി. ഇതിൻ്റെ തൊട്ടപ്പുറം ഇവരുടെ വീടുള്ള കേട്ടോ. ചേച്ചിയുടെ വീടിൻ്റെ മുറ്റാട്ടെ. ഇവിടെയാണ് തീ കൂട്ടിയിടുന്നത്. ചേച്ചി ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഈ കാണുന്ന കശുമാവിൻ്റെ അവിടെയാണ് ആന നിന്നാട്ടോ. ഇത്ര അടുത്ത് ഓടി വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും ദൂരമുള്ളൂ. ഒരു 10 മീറ്റർ പോലും ഇല്ല, 10-15 മീറ്ററിൽ കൂടുതലൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലം. അങ്ങനെ അവസാനം ഇവിടെ നേരെ മുകളിലേക്ക് കയറി പോകാമെന്നാണ് പോയതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിലേക്കൊക്കെ വീടുകളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ ചേച്ചിയോട് സംസാരിച്ചു. ആ ചേച്ചിയെ ആന ഓടിച്ച് അല്ലെങ്കിൽ ആന മുഖാമുഖം കണ്ട ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ കണ്ടു. ചേച്ചിയുടെ വീടിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയായിരുന്നു അന്ന് സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ ദിവസം തന്നെ എടുത്ത വീഡിയോയും ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തന്നു. ഏതായാലും ഇതാണ് കേട്ടോ ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ആറളം ഭാഗത്തെ മിക്ക പ്രദേശത്തെയും ആളുകളുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഏത് നിമിഷവും കാട്ടാനയുടെ മുമ്പിൽ ചെന്ന് പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവരെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആനമതിലിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക മാത്രമേ ഇതിനകത്ത് ഒരു പരിഹാരമുള്ളൂ എന്നുള്ളതാണ് എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. കാരണം ആനമതിലിൻ്റെ പണി പൂർത്തിയായ പ്രദേശത്തൊക്കെ ഇപ്പോൾ ആനശല്യം കുറവുണ്ട്. അതില്ലാത്ത പ്രദേശത്താണ് ഇപ്പോൾ ഈ ആനകൾ കയറിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ആനമതിൽ കൃത്യമായിട്ട് അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കുക, ഈ ആളുകളുടെ സ്വൈര്യജീവിതവും അവരുടെ ജീവനും സംരക്ഷിക്കുക എന്ന് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.